SJ Sheets and Pipes, Koi Bazaar, Kumbalangi. 9061 302 555 9061 373 555. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ചെങ്ങണ്ടയിലും. ST ക്വാളിറ്റി സ്റ്റീൽസ്, ചെങ്ങണ്ട റോഡ്, വാരനാട് PO, ചേർത്തല, ആലപ്പുഴ. കോതമംഗലം തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മുന്നോടിയായി ആന്റണി ജോൺ MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. കോതമംഗലം തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മുന്നോടിയായി MLA അധ്യക്ഷതയിൽ തൃക്കാരിയൂരിൽ യോഗം ചേർന്നു. ഉത്സവവുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം ഉണ്ടാകണമെന്നും നാടിന്റെ ആകെ ഉത്സവമായി മാറ്റുന്നതിനുള്ള പൂർണ്ണ സഹകരണം എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നും യോഗത്തിൽ ആന്റണി ജോൺ MLA പറഞ്ഞു. ഉത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കായി ആന്റണി ജോൺ MLA അധ്യക്ഷതയിൽ തൃക്കാരിയൂർ ദേവസ്വം ബോർഡ് ഓഫീസിലാണ് യോഗം ചേർന്നത്. ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മുടെ എല്ലാ റവന്യൂ ഉൾപ്പെടെയുള്ള മുഴുവൻ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും പ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട്. വരുന്ന വർഷം മുതൽ കൂടുതൽ വിപുലമായിട്ട് സൂചിപ്പിച്ചു. നമ്മൾ പല പ്രാവശ്യവും നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ്. ഒരു എങ്കിലും ടൂറിസവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഉത്സവം നടക്കേണ്ട സമയം തന്നെയാണ് മാർച്ച് മാസം 31-ാം തീയതിയോടുകൂടി മാലിന്യമുക്ത നവകേരളം എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് കേരളം എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ തൃക്കാരിയൂരും നെല്ലിക്കുഴിയും ചെറുകോട്ടൂരും അടങ്ങുന്ന 3 ടൗണുകൾ, ഈ നമ്മുടെ നെല്ലിക്കുഴി പഞ്ചായത്തിലെ 3 ടൗണുകൾ. മാർച്ച് 15-ന് കൊടിയേറി മാർച്ച് 24-ന് ആറാട്ടോടെയാണ് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്ര തിരുവുത്സവം അവസാനിക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കൺട്രോൾ റൂം പ്രവർത്തിക്കും. വേസ്റ്റ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്രമീകരിക്കും. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുവേണം കുടിവെള്ള വിതരണവും ഭക്ഷണ വിതരണവും താൽക്കാലിക കടകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെന്നും യോഗത്തിൽ തീരുമാനമായി. ആരോഗ്യവകുപ്പിന്റെ ഏകോപനത്തോടെ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്താനും ആംബുലൻസ് സൗകര്യം ഉറപ്പാക്കാനും തീരുമാനിച്ചു. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ പ്രത്യേക ശ്രദ്ധയും സേവനവും ഉറപ്പാക്കും. കൊടും വേനലിൽ ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ ക്രമീകരണം കൃത്യമാക്കാനും യോഗം തീരുമാനിച്ചു. ഉത്സവ ദിവസങ്ങളിൽ തൃക്കാരിയൂരിൽ വൈദ്യുതി തടസ്സമുണ്ടാകാതിരിക്കാൻ KSEBയുടെ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണമെന്നും യോഗം തീരുമാനിച്ചു. തിരുവുത്സവം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നടത്താനും തീരുമാനമായി. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ, തഹസിൽദാർ അനിൽകുമാർ M, ഡെപ്യൂട്ടി തഹസിൽദാർ ബ്ലസ്സി P, തൃക്കാരിയൂർ വില്ലേജ് ഓഫീസർ മഞ്ജു കൃഷ്ണ, കോതമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PA ജലീൽ, കോതമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാഹുൽ ഹമീദ് PB, കോതമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ്, കോതമംഗലം ഫയർ സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ്, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടൈറ്റസ് ഡാനിയൽ, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ രമേഷ് കുമാർ PK, നെല്ലിക്കുഴി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജഹാൻ M, നെല്ലിക്കുഴി ആയുർവേദ ആശുപത്രി ഡോക്ടർ അഞ്ജു സുകുമാരൻ, ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ സബ് ഗ്രൂപ്പ് ഓഫീസർ മീന വിജയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബൈജു NA, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അരുൺ C ഗോവിന്ദ്, സിന്ധു പ്രവീൺ, ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി അജിത് കുമാർ EK, പ്രസിഡന്റ് ശ്രീകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KG ചന്ദ്രബോസ്, KP ജയകുമാർ, AN രാമചന്ദ്രൻ നമ്പാട്ട്, ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ, വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.